കപ്പൂസ് വ്ലോഗ്സ്. ഈ വ്രതശുദ്ധിയുടെയും നോമ്പിന്റെയും ഈ പുണ്യ റമദാൻ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കോഴിക്കോടൻ ബിരിയാണി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചു. അപ്പൊ ബീഫ് ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ ഈ മൊത്തം ഇതിനകത്തൊരു അലമ്പാക്കുന്നുണ്ട് കേട്ടോ എന്റെ വ്ലോഗിൽ. Now we need to cook this one. Yep. Pressure cook this, and now you can wash it. Yes. അപ്പൊ ഞാനിതാ ബീഫ് ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, ഓക്കെ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇഷ്ടം. അപ്പൊ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പിന്നെ മല്ലിയില, 2 തക്കാളി, പിന്നെ ലെമൺ, പിന്നെ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നല്ലത്. എനിക്കിവിടെ ഗ്രീക്ക് യോഗർട്ട് ആണ് കിട്ടുന്നത്. അപ്പൊ ഗ്രീക്ക് യോഗർട്ട്. അപ്പൊ എല്ലാം കൂടി വഴറ്റണം. പിന്നെ അതിലേക്ക് മല്ലിയില ഇടണം, തക്കാളി, അത് കഴിഞ്ഞിട്ട് പുതിന ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടാം. പിന്നെ എന്റെ ഗരം മസാല ഞാൻ തന്നെ പൊടിക്കുന്ന ഗരം മസാലയാണ്. പിന്നെ ബിരിയാണിക്ക് വേണ്ട ഗരം മസാല ഞാൻ തന്നെ പൊടിക്കുന്നതാണ്. പട്ട, കറുവാമ്പു, പിന്നെ പെരുംജീരകം, തക്കോലം, സാജീരകം, പിന്നെ ഏലക്കായ, കുറച്ച് കുരുമുളക്, ഇത്രയും കാര്യങ്ങളാണ്. അതൊന്ന് ഒരു ഇതിൽ ചൂടാക്കിയിട്ട് പൊടിക്കണം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന എന്റെ ഗരം മസാലയാണ്. ഇവർക്ക് വേറെ പണിയില്ല, ഈ റീൽസ് ഇട്ട് നടക്കുന്ന ഈ റീൽസ് വീഡിയോ ഒക്കെ എടുക്കാൻ അത് നല്ലൊരു പണിയാണ്. നല്ലൊരു എഫേർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഡോണ്ട് ജഡ്ജ് എനിബഡി, വാട്ട് എവർ ദേ ഡൂയിങ്, ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ജോബ്. നല്ല ബർക്കത്തുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പൊ ബിരിയാണിക്ക്, കോഴിക്കോടൻ ബിരിയാണിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ജീരകശാല അരിയാണ്. നല്ല കൈമ ജീരകശാല അരി റൈസ്. അപ്പൊ ഇനിയാണ് അരിയുടെ പരിപാടി തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് 2 കപ്പ് മതി. ഇന്ന് ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 2 കപ്പ് അരി കേട്ടോ. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു കണക്കിന് ഈ അരി വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഈ വറ്റിച്ച അരിയും നമ്മൾ വേവിച്ച് വെച്ച ഈ ഇറച്ചി ഇതിന്റെ മേലെ ഇട്ടിട്ടാണ് ദം ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, ഞാൻ പൊടിച്ചു വെച്ച ഗരം മസാല, പിന്നെ തൈര്, മല്ലിയില, പുതിന, പിന്നെ ഇത്തിരി ലെമൺ, തക്കാളി, ഇതെല്ലാം വഴറ്റി അതിലേക്ക് ഇറച്ചി, വേവിച്ച് വെച്ച ഇറച്ചി, 5 വിസിലടിച്ച് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ജീരകശാല അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു കണക്കില് ഈ അരി ഒന്ന് വറ്റിച്ചെടുത്തതിനു ശേഷം, ഹാഫ് കുക്ക്ഡ് ആയിട്ട് എടുത്തതിനു ശേഷം ഈ വേവിച്ച് വെച്ച ബീഫിലേക്ക് ഈ അരി അതിന്റെ മേലെ ഇടുകയാണ്, ദമ്മിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 20 മിനിറ്റ്, 25, ഒരു 30 മിനിറ്റ് ഒരു ഒരു സിമ്മില് ഒരു സ്ലോ കുക്ക് ചെയ്യണം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റില് അതിന്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ബിസ്ത ഇടാം, കാഷ്യൂനട്ട്, പിന്നെ മുന്തിരി, കിസ്മിസ്, അതൊക്കെ ഇടാം. ഞാൻ ഇന്ന് അധികം ഒന്നും ഇട്ടിട്ടില്ല. മല്ലിയില ഇടാം, ഒക്കെ ഇട്ടിട്ട് മൂടി വെക്കുക. ഒരു 1/2 മണിക്കൂർ, ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് സ്ലോ ഒരു സിമ്മില് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടൻ ബിരിയാണി നല്ല റെഡി ആയിട്ട് വരും. അപ്പൊ എന്റെ ഈ ഒരു ബിരിയാണി വ്ളോഗില് എന്റെ ഒരു ബിരിയാണി റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ ദമ്മിട്ടിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 25-30, ചിലപ്പോൾ ഒരു 40 മിനിറ്റ് ഇങ്ങനെ ഒരു സ്ലോ കുക്കായിട്ട് ദമ്മിട്ടതിന് ശേഷം നമ്മൾ ഈ ബിരിയാണി പോട്ട് തുറന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും. അപ്പോൾ അടിയത്തെ ലെയർ ഇറച്ചിയും പിന്നെ ഉള്ളിയും ഒക്കെ ആയിട്ട്
like my biryani vlog. Stay blessed and happy. Thanks for watching. Bye bye. Subscribe to Andy's vlogs too. And Yeah. subscribe for Muthu's vlog. Hey, you don't have a YouTube channel. I'm not ready. Oh, my favorite. Mama, feed me, Mama. Amma feed. Hot. Chichi, look. Yeah, you cannot eat this one. Look at this. This is beef. Muthu, എങ്ങനെയുണ്ട് പറ. Good. It's good. And it's Adivali. biryani. It's good.